2016 നമ്മുടെ കടം എത്രയായിരുന്നു? നമ്മുടെ പൊതുക്കടം, സംസ്ഥാനത്തിൻ്റെ പൊതുക്കടം. അതിനു മുൻപ് ശ്രീ VS 2011 അധികാരം ഒഴിയുമ്പോൾ, ഞാൻ അങ്ങോട്ട് പുറകോട്ട് പോകുന്നില്ല, സഖാവ് VS അധികാരം ഒഴിയുമ്പോൾ കേരളത്തിൻ്റെ പൊതുക്കടം, ഞാനല്ല പറയുന്നത്, നിയമസഭാ രേഖകളാണ്, 78,000 കോടി. ഇപ്പോഴും 5 വർഷം ഇരട്ടിക്കുന്നുണ്ട്. ശ്രീ ഉമ്മൻചാണ്ടി 16 ഒഴിയുമ്പോൾ 1.76 ലക്ഷം കോടി. 21 നാം അധികാരം ഒഴിയുമ്പോൾ അതിൻ്റെ ഇരട്ടി, 3.96 ഇരട്ടിയോളം. അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം ഞാൻ ഈ ബഹുമാനരായ സദസ്സരോട് ചോദിക്കുകയാണ്, നേതാക്കന്മാരോട് ചോദിക്കുകയാണ്. ആ കണക്കനുസരിച്ചാണ് നമ്മുടെ കടം വർദ്ധിച്ചിട്ടുള്ളത്. മനഃപൂർവ്വമാണോ ഇല്ലയോ എന്നല്ല, അങ്ങനെ വർദ്ധിച്ചു പോവുകയാണ് ചെലവുകൾ കൂടുന്നതുകൊണ്ട്. ഈ 26 എത്രയാവണം കടം? ഞാൻ സൗകര്യപൂർവ്വം റൗണ്ട് ചെയ്യുകയാണ്. 3 ലക്ഷം എന്നുള്ളത്, 3 ലക്ഷത്തിൻ്റെ കടം, 3 ലക്ഷം കോടി, 3 ലക്ഷം കോടിയുടെ കടം 6 ലക്ഷം കോടി ആവേണ്ടതാണ്. 6 ലക്ഷം കോടി ആവേണ്ടതാണ്. പക്ഷെ 4,35,000 കോടി രൂപ മാത്രമേ 2026 നമ്മുടെ പൊതുക്കടമുള്ളൂ എന്നതാണ് നമ്മെ സംബന്ധിച്ച് അഭിമാനകരമായ കാര്യം. എങ്ങനെ സാധിക്കുന്നു? അതിനിടയിൽ 4 ലക്ഷം വീടുകൾ തീർത്തിട്ടുണ്ട്. 4,86,000, ഇപ്പോൾ 5,10,000. അതിൽ 4 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ വേറൊരു മലയാളം തിരിച്ചറിയാനാവാത്ത ഒരാൾ ജാഥയുമായി വരും. ആ ജാഥയിൽ പറയും, ആ വീടുകളുടെ പണം മുഴുവൻ നമ്മുടെയാണ്, അദ്ദേഹത്തിൻ്റെ പടവും വെക്കണം എന്നാണ് വാൽക്കഷണം, പടവും വെക്കണം. പക്ഷെ നിങ്ങളറിയുക, 75,000 രൂപ മാത്രമേ ഒരു വീടിന് അവർ നൽകുന്നുള്ളൂ. ആര്? അത് പലപ്പോഴും തരുന്നില്ല എന്നുള്ളതും നമുക്കെല്ലാവർക്കും അറിയാം. ഏത് ഈ IAY ആവാസ് യോജന പദ്ധതി പ്രകാരമായാലും ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ കൊടുത്തു വന്നിട്ടുള്ളതായ വീടുകൾക്ക് കേന്ദ്രത്തിൻ്റെ വിഹിതം കേവലം 75,000. 3.5 ലക്ഷം ആരുടെയാണ്? നമ്മുടെ. 3.5 ലക്ഷം ഗുണം ഒരു 5 ലക്ഷം കൂട്ടിക്കേ സാറേ. 5 ലക്ഷം ഗുണം 3.5 ലക്ഷം കൂട്ടിക്കേ. 3.25 ലക്ഷമാണല്ലോ 77,000 കിഴിച്ചിട്ട് കേന്ദ്രത്തിൻ്റെ. അതുകൂടി ഇപ്പം നമ്മൾ കൊടുക്കുകയാണ്. കേന്ദ്രം തന്നില്ല എന്നും പറഞ്ഞ് ബാക്കി പൈസ കൊടുക്കാതിരുന്നാൽ ആളുകൾക്ക് വീട് പണി പൂർത്തീകരിക്കാൻ കഴിയില്ലല്ലോ. അവർ ഇന്നല്ലെങ്കിൽ നാളെ തരും. നല്ല മനുഷ്യരാണല്ലോ കേന്ദ്രത്തിൽ ഇരിക്കുന്നത്. അവർ തരുമെന്ന വിശ്വാസത്തിൽ വീട് പണി പൂർത്തീകരിക്കണമെന്ന നിശ്ചയദാർഢ്യത്തിൽ ആ പൈസയും കൂടി സംസ്ഥാന സർക്കാരിൻ്റെ ഇപ്പോൾ എടുക്കുകയാണ്. അപ്പോൾ ഒന്ന് കുട്ടിക്ക് എത്ര കോടിയാണ്? എൻ്റെ ഭാഷയിൽ 5 × 4 20,000 കോടി എന്നാണ്. 20,000 കോടി എന്നാണ്. ഇത് ഇങ്ങനെ പല 20,000 കോടി ഉറുപ്പിക ഈ പ്രളയത്തെയും കോവിഡിനെയും എല്ലാം മറികടന്ന് 21-26 നടപ്പാക്കിയിട്ട് പോലും 6 ലക്ഷം കോടി രൂപ കടമാകേണ്ടിടത്ത് 4,35,000 കടമായുള്ളൂവെങ്കിൽ ആ ഗവൺമെൻറ്റിനെ വീണ്ടും കൊണ്ടുവരുന്നതാണ് ഒരു ശരാശരി മലയാളിക്ക് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം.